الحمد لله رب العالمين وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله صلى الله وسلم وبارك عليه وعلى آله وأصحابه أجمعين أما بعد അള്ളാഹു സുബ്ഹാനഹു വതആല സൂറത്തുൽ ബഖറയിൽ ആദം അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെ ചരിത്രമാണ് വിവരിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ആയത്തുകളിൽ ആദമിനെ പടക്കാൻ അള്ളാഹു ഉദ്ദേശിച്ച കാര്യം മലക്കുകളെ അറിയിച്ചതും മലക്കുകൾ അതിനോട് പറഞ്ഞ മറുപടിയും ആദം അലൈഹിസ്സലാത്തു വസ്സലാമിന് അള്ളാഹു എല്ലാ പേരുകളും പഠിപ്പിച്ചു നൽകിയതും മലക്കുകളോടത് പറയാൻ ആവശ്യപ്പെട്ടപ്പോൾ അവർ സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ ഇന്നക അൻതൽ അലീമുൽ ഹക്കീം എന്ന് പറയുകയും ചെയ്തു. ഇതുവരെയാണ് കഴിഞ്ഞ നമ്മൾ പറഞ്ഞത്. എന്നിട്ട് അള്ളാഹു പറയുന്നു, ഖാലമൻ ഖാല അല്ലാഹു തആല, അള്ളാഹു പറഞ്ഞു, ഖാല യാ ആദമു, യാ എന്ന് പറഞ്ഞാൽ അല്ലയോ, യാ അയ്യുഹന്നാസ് കഴിഞ്ഞ വാക്കാണത്. യാ ഖാലു യാ ആദമു, യാ ആദമു അല്ലയോ ആദമേ. ഒരാളെ പേര് വിളിക്കുമ്പോൾ അങ്ങനെയാണ്, യാ മുഹമ്മദു, യാ സെയ്ദു, ഇങ്ങനെയാണ് പറയാം. ഖാല യാ ആദമു അല്ലയോ ആദം, അംബിഉഹും വാക്ക് മുൻപ് നമ്മൾ പറഞ്ഞ വാക്കല്ലേ, അതായത് മലക്കളോട് പറയാം അംബിഊനി ബി അസ്മാ. ഇവിടെ അംബിഉഹും എന്തായിരിക്കും അർത്ഥം? അംബി എന്ന് പറയുമ്പോൾ എന്താ അർത്ഥം? അറിയിക്കൂ അല്ലേ, അംബി പറഞ്ഞു കൊടുക്കൂ. മലക്കളോടായപ്പോൾ അംബിഊന്നായിരുന്നു. അതെന്തുകൊണ്ടാണ്? അമ്ര ആരോടാണ്? ജംഇനോടാണ്, ഒരു കൂട്ടം ആളുകളോടാണ്. ഇവിടെ ഒരൊറ്റ ആളോടാണ് അംബി. അതുകൊണ്ടാണ് ഇവിടെ അല്ലേ ഇഫ്അലു എന്ന് പറയുന്നത് പോലെ അംബിഉഹും അവർക്ക് അറിയിച്ചു കൊടുക്കുക. മുന്നുള്ള ആയത്തിലോ അംബിഊനി എനിക്ക് അറിയിച്ച് നൽകുക. ഇവിടെ അംബിഉഹും ആദം അവർക്ക് അറിയിച്ചു കൊടുക്കുക. ഖാല യാ ആദമു അംബിഉഹും ബിഅസ്മാഇഹിം, അംബിഉഹും ബിഅസ്മാഇഹിം. അസ്മാ പേരുകൾ, ജംഅ ഇസ്ം, ഇസ്ം എന്നതിൻ്റെ ബഹുവചനമാണ്. അസ്മാഇഹിം അവയുടെ പേരുകൾ ആദം ഈ മലക്കുകൾക്ക് അറിയിച്ചു കൊടുക്കുക. ഈ ആയത്താണ് തബ്രിയെ പോലുള്ളവർ തെളിവാക്കിയത്. ആദമിന് പഠിപ്പിച്ചു കൊടുത്തത് മലക്കുകളുടെയും മനുഷ്യരുടെയും പേരുകളാണ്. കാരണം ഇവിടെ ബി അസ്മാഇഹിം അവരുടെ പേരുകൾ എന്നാണ് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞു ഇവിടെ അവർ എന്ന് പറയാൻ കാരണം ആദമിന് അള്ളാഹു പഠിപ്പിച്ചു കൊടുത്തത് മലക്കുകളുടെയും മനുഷ്യരുടെയും പേരുകളാണ്, ജിന്നുകളുടെയും പേരുകളാണ്. കാരണം ഹും എന്ന വാക്ക് പൊതുവെ ജീവനുള്ളവക്കാണ് പറയാറുള്ളത്. പക്ഷെ മുൻപ് നമ്മൾ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ കേവലം മനുഷ്യർ മാത്രമല്ല, എല്ലാത്തിൻ്റെയും പേര് അള്ളാഹു പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. എന്താ തെളിവ്? വഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹ, അള്ളാഹു ആദമിന് എല്ലാ പേരും പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ അതിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് ഒഴിവാണെന്ന് പറയണമെങ്കിൽ പ്രത്യേകം തെളിവ് വേണം. അംബിഉഹും ബി അസ്മാഇഹിം ഫലമ്മ അംബഅഹും ബി അസ്മാഇഹിം. ഫലമ്മ ലമ്മ എന്നാണ്, ലമ്മ ആയപ്പോൾ ഫലമ്മ അങ്ങനെ ഫ എന്നാണ് ഇതിന് ശേഷം അള്ളാഹു ഇത് പറഞ്ഞു ഫ എന്നിട്ട് ഫലമ്മ എന്നിട്ട് ആയപ്പോൾ ഫലമ്മ അംബഅഹും. നോക്കൂ, ആ വാക്കുകളുടെ പ്രയോഗത്തിൽ വന്ന് അംബി എന്നുള്ള വാക്ക് അംബ എന്നായി. അപ്പോൾ എന്താ വ്യത്യാസം വന്ന്? മാദിയായി. നേരത്തെ അമ്രായിരുന്നു, ഇപ്പം മാദിയായി. അംബ മാദിയാണ്. അംബി അമ്രാൻ. അസ്ലമ എന്താ അർത്ഥം? മുസ്ലിം. അസ്ലിം മുസ്ലിമാകൂ, കൽപ്പനയാണ്. ഫലമ്മ അംബഅഹും ബി അസ്മാഇഹിം അങ്ങനെ ആദം അലൈഹിസ്സലാത്തു വസ്സലാം അവയുടെ പേരുകൾ അവർക്ക് പറഞ്ഞു കൊടുത്തപ്പോൾ ഖാലമൻ ഖാല അല്ലാഹു തആല, അല്ലാഹു പറഞ്ഞു, അലം അഖുൽ ലക്കും. ആര് പറയും അർത്ഥം? നമ്മൾ ഇത്തിരി പഠിച്ച സർഫിലുണ്ട്. എന്താ
അക്കുൽ എന്ന് പറഞ്ഞാൽ അക്കൂലു ഞാൻ പറയുന്നു. ലം അക്കുൽ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടില്ല. ലം അക്കുൽ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടില്ല. ലം അഫ്അൽ ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞിട്ടില്ല. ഇതിൻ്റെ അർത്ഥം കിട്ടും, അതിൻ്റെ അർത്ഥം വരും. അലം അക്കുൽ അപ്പം എന്തായി? പറഞ്ഞിട്ടില്ലയോ. മുന്നേ പറഞ്ഞില്ലേ ഈ വാക്ക്? ഈ ഹംസ ഇസ്തിഫ്ഹാമിൻ്റെ ഹംസയാണ്. ഹാദാ കിതാബ്, ഇത് കിതാബ്. അഹാദാ കിതാബും, ഇത് കിതാബാണോ? ഒരു ആ ചേർത്താൽ മതി മുന്നിൽ, അതോടുകൂടി ചോദ്യമായി. അൻത മുസ്ലിമുൻ, നീ മുസ്ലിമാണ്. അൻത മുസ്ലിമുൻ, നീ മുസ്ലിമാണ്. കണ്ടില്ലേ? ഏത് പ്രസ്താവനയെയും ചോദ്യമാക്കണമെങ്കിൽ തുടക്കത്തിൽ ഒരു ഹംസ വെച്ച് കൊടുത്താൽ മതി. അലം അഖുൽ ലക്കും, ലം അഖുൽ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പം അലം അഖുൽ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞിട്ടില്ലയോ. അലം അഖുൽ ലക്കും, നിങ്ങളോട് പറഞ്ഞിട്ടില്ലയോ. ഇന്നി അഅലമു ഗൈബസ് സമാവാതി വൽ അർദ്, എന്താ ഞാൻ നിങ്ങളോട് പറഞ്ഞത്? ഇന്നി അഅലം, തീർച്ചയായും എനിക്ക്, അഅലമു ഞാൻ അറിയുന്നവനാണ്. ഇന്നി അഅലമു ഗൈബസ് സമാവാതി വൽ അർദ്, ഗൈബ് അദൃശ്യമായി. ഗൈബസ് സമാവാതി വൽ അർദ്, സമാവാത്ത് ജംഅ് ഏഷ്? സമാ, സമാൻ്റെ ബഹുവചനം. സമാവാത്ത് ആകാശങ്ങളിൽ ഉള്ള ഗൈബ് എനിക്കറിയുമെന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലയോ. വൽ അർദി ഭൂമിയിലുള്ള. വഅഅലമു അത് ഏതിൻ്റെ ബാക്കിയാ? അല്ല, ആദായ പറഞ്ഞിട്ടില്ല എന്നുള്ളതിൻ്റെ ബാക്കിയാണ്. അലം അഖുൽ ലക്കും ഇന്നി അഅലം ഗൈബസ് സമാവാതി വൽ അർദ്. അലം അഖുൽ ലക്കും ഇന്നി അഅലമു മാ തുബ്ദൂന വമാ കുൻതും തക്തുമൂൻ. അല്ല, വാവ് എന്തിനാ? അത് വാവ് അത്ഫിനാണ്, ചേർത്തി പറയാനാണ്. ആൻഡ് എന്ന് പറയാൻ ഒരേ കാര്യമാണ് പറയുന്നത്. അലം അഖുൽ ലക്കും, ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലയോ ആകാശഭൂമികളുള്ളത് എനിക്കറിയുമെന്ന്. വ അലം അഖുൽ ലക്കും, അതോടൊപ്പം ഞാൻ നിങ്ങളോട് വേറൊരു കാര്യം കൂടി പറഞ്ഞിട്ടുണ്ട്. അതെന്താണ്? ഇന്നി അഅലമു, എനിക്കറിയാം. മാ തുബ്ദൂന, തുബ്ദൂൻ അബ്ദ യുബ്ദി തുബ്ദി തുബ്ദൂൻ. അബ്ദ, അബ്ദ എന്ന് പറഞ്ഞാൽ വെളിവാക്കി. തുബ്ദൂന നിങ്ങൾ വെളിവാക്കുന്നത്. ഇന്നി അഅലമു വ അഅലമു മാ തുബ്ദൂന, നിങ്ങൾ മാ തുബ്ദൂന എന്താ? എന്തൊരു കാര്യം നിങ്ങൾ വെളിവാക്കുന്നുവോ അത് ഞാൻ അറിയുന്നു എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലയോ. അല്ല, അവിടെ മാ എന്തല്ല? അല്ല എന്നുള്ള അർത്ഥത്തിലല്ല, നഫീൻ്റെ അർത്ഥത്തിലല്ല, ഇസ്മോസുലാണത്. നിങ്ങൾ ഏതൊരു കാര്യം വെളിവാക്കുന്നോ അത് ഞാൻ അറിയുന്നു എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലയോ. വമാ കുൻതും തക്തുമൂൻ, വമാ ഒരു കാര്യം, കുൻതും നിങ്ങളായിരുന്നു, തക്തുമൂന മറച്ചു വെക്കുന്നതായ എന്തൊരു കാര്യമുണ്ടായിരുന്നു അതും ഞാൻ അറിയുന്നതാണ് എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലയോ. ആകാശഭൂമികളുടെ ഗൈബ് എനിക്കറിയാമെന്നും നിങ്ങൾ പുറത്തു പറയുന്നതും നിങ്ങൾ മറച്ചു വെക്കുന്നതും എനിക്കറിയാമെന്നും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലയോ. അർത്ഥം മനസ്സിലായില്ല പദങ്ങളുടെ? അതായത് തഫ്സീറിലുള്ളത് ഖാല അല്ലാഹു തആല, അള്ളാഹു പറയുന്നു. യാ ആദമു, അള്ളാഹു പറഞ്ഞിരിക്കുന്നു എന്നാണ്. ഖാല അല്ലാഹു എന്ന് പറയുമ്പോൾ അള്ളാഹു പറഞ്ഞിരിക്കുന്നു. യാ ആദമു, അല്ലയോ ആദം, അഖ്ബിർഹും അവരെ നീ അറിയിക്കുക. ബി അസ്മാഇ ഹാദിഹിൽ അഷ്യാ, ഈ വസ്തുക്കളുടെ പേരുകൾ. അഷ്യാ, നിങ്ങൾക്ക് ഏതെങ്കിലും വാക്കിൻ്റെ അർത്ഥം അറിയാത്തതിന് എന്നോട് ചോദിക്കണം. അല്ലത്തി അജസു അൻ മഅരിഫതിഹ, അല്ലത്തി അജസു, അജസു അജസ മുന്നേ പറഞ്ഞ മുഅ്ജിസത്തൊക്കെ പറഞ്ഞപ്പോൾ ഇഅ്ജാസുൽ ഖുർആൻ, അജസ അഅ്ജസ സാധ്യമായി. അല്ലത്തി അജസു അൻ മഅരിഫതിഹ, അജസു അവർക്ക് സാധ്യമായില്ല. എന്തിന് സാധിച്ചില്ല? അൻ മഅരിഫതിഹ, അവ അറിയാൻ സാധിച്ചില്ല. അവർക്ക് ആ പേരറിയാൻ സാധിക്കാതിരുന്ന ആ വസ്തുക്കളെക്കുറിച്ച് ആദമേ നീ അവർക്ക് പറഞ്ഞു കൊടുക്കുമോ എന്ന് അള്ളാഹു ആദമിനോട് പറഞ്ഞു. അതായത് മലക്കുകൾക്ക് അറിയാൻ കഴിയാതെ പോയ വസ്തുക്കളുടെ പേരുകൾ ആദമേ നീ അവർക്ക് പറഞ്ഞു കൊടുക്കുക. പൊതുവെ പറയാനുള്ളത്, അറബി മിക്കവാറും നിങ്ങൾക്ക് അർത്ഥം വെക്കണമെങ്കിൽ ബാക്കിൽ നിന്ന് അർത്ഥം വെച്ചാൽ മതി. ഒരു സെൻറ്റൻസ് ബാക്കിൽ നിന്ന് വായിച്ചാൽ മലയാളത്തിൽ
അർത്ഥം ഏതാണ്ട് ശരിയാണ്. അപ്പോൾ ഇവിടെ തന്നെ നോക്കി, എന്താ, അവർക്ക് അറിയാൻ സാധിക്കാതെ പോയ കാര്യങ്ങൾ അവയുടെ പേരുകൾ അവർക്ക് പറഞ്ഞു കൊടുക്കും. അല്ലേ? ഞാൻ പറഞ്ഞ പോലെ തന്നെ അല്ലേ? തിരിച്ചു വായിച്ചാൽ കിട്ടുന്നില്ല. പൊതുവെ അറബിയുടെ ക്രമം മലയാളത്തിന് നേരെ ഓപ്പോസിറ്റാണ്. ഇപ്പോൾ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ ബാക്കിൽ നിന്ന് ഇങ്ങോട്ടാണ് ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടത്. അവർക്ക് അറിയാൻ സാധിക്കാതെ പോയ വസ്തുക്കളുടെ പേരുകൾ അവർക്ക് അറിയിച്ചു കൊടുക്കുക. അതെ. ഫലമ്മ അഖ്ബറഹും ആദമു ബിഹ, അങ്ങനെ ഫലമ്മ ആയപ്പോൾ, അഖ്ബറഹും അവരറിയിച്ചു കൊടുത്തപ്പോൾ, ആദം അറിയിച്ചു കൊടുത്തു, ബിഹാദിഹിൽ അഷ്യാ ബി അസ്മായി ഹാദിഹിൽ അഷ്യാ, ആ വസ്തുക്കളുടെ പേരുകൾ ആദം അലൈഹി സ്വലാത്തു വസ്സലാം അവർക്ക് അറിയിച്ചു കൊടുത്തപ്പോൾ, ഖാല അല്ലാഹു ലിൽ മലായിക, അല്ലാഹു സുബ്ഹാനഹു വതആല മലക്കുകളോട് പറഞ്ഞു, ലഖദ് അഖ്ബർതുക്കും, ഞാൻ നിങ്ങളോട് അറിയിച്ചു തന്നിട്ടുണ്ട്. ഇതറിയിച്ചെന്ന്, അന്നി അഅലമു. കണ്ടില്ലേ, അവിടെ തഫ്സീർ വന്നപ്പോൾ എന്ത് ചെയ്തു? ചോദ്യസ്വരത്തിലുള്ളത് പ്രസ്താവനയുടെ രൂപത്തിലേക്കാക്കി. തഫ്സീറിൻ്റെ ശൈലി ഇതാണ്. ഖുർആനിൽ നേരെ വന്നിട്ട് ചോദ്യത്തിൻ്റെ രീതിയിലാണ്. അലം അഖുലക, നിങ്ങളോട് പറഞ്ഞിട്ടില്ലയോ? ആ ചോദ്യം എന്തല്ല, ഉത്തരം ആഗ്രഹിക്കുന്ന ചോദ്യമല്ല, ഉത്തരത്തിന് വേണ്ടിയുള്ള ചോദ്യമാണോ അത്? ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടില്ലയോ? അപ്പം മലക്കുകൾ ഇതിന് ഉത്തരം പറയണോ? ഇല്ല, പറഞ്ഞിട്ടില്ല എന്നോ അല്ലെങ്കിൽ പറഞ്ഞിട്ടുണ്ടെന്നോ? ഇല്ല. സലാമത്തു. എന്താ റെട്ടോറിക്കൽ ക്വസ്റ്റ്യനോ? ഉത്തരം ആവശ്യമില്ലാത്ത ചോദ്യമാണത്. ഉത്തരം അതിൽ വ്യക്തമാണ്. അങ്ങനത്തെ ചോദ്യമാണത്. അതുകൊണ്ടാണ് തഫ്സീർ ഇങ്ങനെ ആയത്. ലഖദ് അഖ്ബർതുക്കും, ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുണ്ട്. അതാണ് അതിൻ്റെ ഉദ്ദേശം. തഫ്സീർ എപ്പോഴും ഉദ്ദേശത്തിനെ ആണ് മുന്തിക്കുക. അള്ളാഹു ഒരു വാക്ക് പറഞ്ഞാൽ അതിൻ്റെ ഉദ്ദേശം എന്താണ് അതറിയാനാണ് തഫ്സീർ പറയുന്നത്. ലഖദ് അഖ്ബർതുക്കും, ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുണ്ട്. അന്നി അഅലമു, എനിക്കറിയാമെന്ന്, മാ ഖഫിയ അൻകും ഫിസ് സമാവാതി വൽ അർദ്. അല്ലേ, നോക്കൂ, ഗൈബിനോട് കൊടുത്ത അർത്ഥം നോക്കൂ. മാ ഖഫിയ അൻകും, നിങ്ങൾക്ക് അവ്യക്തമായത്. എന്തുകൊണ്ട് അങ്ങനെ പറയാൻ കാരണം? അള്ളാഹുവിന് മറിഞ്ഞ ഒരു കാര്യമില്ല. ഇപ്പം ഗൈബുസ് സമാവാതി വൽ അർദ് എന്ന് പറയുന്നത് ആരെ അപേക്ഷിച്ചുകൊണ്ടാണ്? സൃഷ്ടികളെ ഉദ്ദേശിച്ചുകൊണ്ടാണ്. അള്ളാഹുവിന് ഗൈബില്ല. സോ മനസ്സിലായി പറഞ്ഞേ? അള്ളാഹിൻ്റെ അടുക്കൽ ഗൈബോ ഷഹാദത്തോ ഇല്ല, രണ്ടും ഒരുപോലെയാണ്. ഗൈബ് എന്ന് അള്ളാഹു പറയുന്നത് സൃഷ്ടികളെ അവരുടെ അവസ്ഥയെ പരിഗണിച്ചുകൊണ്ടാണ്. ഖുർആനിൽ ഇൻഷാ അല്ലാഹ് ഇത് തഫ്സീർ ഖവായിദുകൾ പെട്ടതാണ്. വിശുദ്ധ ഖുർആനിൽ ചില പദങ്ങൾ അള്ളാഹു പ്രയോഗിച്ചിട്ടുള്ളത് സൃഷ്ടികളെ പരിഗണിച്ചുകൊണ്ടാണ്. അള്ളാഹു സുബ്ഹാനഹു വതആല ഉദാഹരണത്തിന് ആരാധ്യ വസ്തുക്കൾക്ക് ആലിഹത്ത് എന്ന പേര് പറഞ്ഞത്. അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന വസ്തുക്കൾക്ക് അള്ളാഹു ആലിഹത്ത് എന്ന വാക്ക് ഖുർആനിൽ പ്രയോഗിച്ചിട്ടുണ്ട്. ഈ പ്രയോഗം യഥാർത്ഥത്തിൽ അവ ആലിഹത്തുകളാണോ? അല്ല. ഇലാഹ് എന്നതിൻ്റെ ബഹുവചനാണ് ആലിഹത്ത്. ഇലാഹ് എന്നുള്ള അള്ളാഹുവിൻ്റെ പേരാണ്. അള്ളാഹുവിന് പുറമെ ആരാധിക്കപ്പെടുന്ന വസ്തുക്കൾ അവർക്ക് ഇലാഹ് എന്ന് പറയാൻ പറ്റുമോ? ഏതർത്ഥത്തിൽ അവ അർഹിക്കുന്നുണ്ട്? ഇല്ല. പിന്നെ എന്തുകൊണ്ട് ആലിഹത്ത് എന്ന് പറഞ്ഞത്? ജനങ്ങൾ അതിനെ ആരാധിക്കുന്നു എന്നത് പരിഗണിച്ചുകൊണ്ടാണ്. അത് പരിഗണിച്ചുകൊണ്ടാണ് ആലിഹത്ത് എന്ന് പറയുന്നത്. ഇങ്ങനെ ഖുർആനിൽ വന്ന പല പദങ്ങളും ഉണ്ടെന്നാണ്. ധാരാളം പദങ്ങൾ സൃഷ്ടികളെ പരിഗണിച്ചുകൊണ്ട് അള്ളാഹു പ്രയോഗിച്ചിട്ടുണ്ട്. അത് മനുഷ്യർക്ക് അങ്ങനെയാണ്, സൃഷ്ടികൾക്ക് അങ്ങനെയല്ല. ഇൻഷാ അല്ലാഹ് പിന്നീട് തഫ്സീറിൽ വേറെ ഉദാഹരണങ്ങൾ വരുന്നതാണ്. നോക്കൂ, അവിടെ പ്രയോഗിച്ച തഫ്സീറിൻ്റെ ഉപകാരം നോക്കൂ, തഫ്സീറിലെ ഫായിദ നോക്കൂ നിങ്ങൾ. ഗൈബ് എന്നത് ആർക്കല്ല? അള്ളാഹുവിനല്ല. മാ ഖഫിയ അൻകും, നിങ്ങൾക്ക് അവ്യക്തമായത്. ഫിസ് സമാവാതി വൽ അർദി, സമാവാത്തിലും ഭൂമിയിലും, ആകാശങ്ങളിലും ഭൂമിയിലും. വഅലമു മാ തുദ്ഹിറൂനഹു വമാ തുഖ്ഫൂനഹു, തുബ്ദൂൻ എന്നുള്ളതിൻ്റെ തഫ്സീറാണ് തുദ്ഹിറൂൻ. തുദ്ഹിറൂൻ അദ്ഹറ, പ്രകടമാക്കിയത്. നിങ്ങൾ പ്രകടമാക്കുന്നത് ഞാൻ അറിയുന്നു. വമാ തുഖ്ഫൂനഹു, നിങ്ങൾ രഹസ്യമാക്കുന്നതും ഞാൻ അറിയും. ഇതാണ് ആയത്തിൻ്റെ തഫ്സീർ. ആദം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ഫദീലത്ത് ഈ ആയത്തിലുണ്ട്. ഷെയ്ഖ് ഇബ്നു ഉസൈമീൻ അദ്ദേഹം പറഞ്ഞതുപോലെ, ഖാല യാ ആദമു അൻബിഉഹും ബിഅസ്മാഇഹിം ഫലമ്മ അൻബഅഹും. അല്ലാഹു സുബ്ഹാനഹു വതആല ആദം അലൈഹി സ്വലാത്തു വസ്സലാം അവരോട് ഇത് പറഞ്ഞു എന്ന കാര്യം പ്രത്യേകം അവിടെ പറഞ്ഞിട്ടില്ല. അവിടെ ആയത്തിലുണ്ടത്, ആദമെ നീ പറഞ്ഞു കൊടുക്കൂ, ആദം അത് പറഞ്ഞു എന്നിട്ട് എന്നാണോ? അല്ല. ഫലമ്മ അൻബഅഹും ഖാല അലം അഖുൽ ലക്കും, ആദം അത് പറഞ്ഞപ്പോൾ ഞാൻ
അവരോട് ചോദിച്ചു, മലക്കുകളോട് ചോദിച്ചു. അപ്പോൾ ആദം അലൈഹിസ്സലാത്തു വസ്സലാം അള്ളാഹുവിൻ്റെ കൽപ്പന കേട്ട ഉടനെ അത് നിറവേറ്റി, കാത്തുനിന്നില്ല, വൈകിയില്ല, ഉടനെ അള്ളാഹുവിൻ്റെ കൽപ്പന നിറവേറ്റി. അത് ഈ ആയത്തിൻ്റെ ഒരു സൂചനയാണ്. കാരണം ഇനി വരുന്ന ചരിത്ര വിവരണങ്ങളിൽ എന്താ ഉള്ളത്? ഇസ്രായേല്യരുടെ കഥകളാണ്. ഇസ്രായേല്യർ ചെയ്തത് തന്നെയാണ്. അള്ളാഹു പറയുന്ന കൽപ്പനകൾ കേൾക്കുക, ധിക്കാരം പറയുക. ഖാലു സമിഅന വഅസൈന വൗശ്രിബു ഫീ ഖുലൂബിഹിമുൽ ഇജ്ല ബികുഫ്രിഹിം. അല്ലേ? അവർ തൂർ പർവ്വതം അവരുടെ മുകളിൽ ഉയർത്തിപ്പിടിച്ചിട്ട് അള്ളാഹു അവരോട് പറഞ്ഞു, നിങ്ങൾ ഖുദൂ റഫഅന ഫൗഖകും തൂറ ഖുദൂ മാ ആതൈനാകും ബിഖുവ്വ. നാം നിങ്ങൾക്ക് നൽകിയത് നിങ്ങൾ സ്വീകരിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ എന്താ പറഞ്ഞത്? ഖാലു സമിഅന, കേട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. പർവ്വതം ഉയർത്തിപ്പിടിച്ചപ്പോൾ താഴ്ത്തു വെച്ചതിന് ശേഷം അവർ പറഞ്ഞു അസൈന, സമിഅന വഅസൈന, ധിക്കരിച്ചിരിക്കുന്നു. ചിലർ പറഞ്ഞു നാവോട് പറഞ്ഞിട്ടില്ല, പക്ഷെ അവർ ധിക്കരിച്ചു. താഴ്ത്തു വെക്കേണ്ട താമസം അവർ ധിക്കരിച്ചു. അവരോട് പറഞ്ഞു ഖൂലു ഹിത്ത, നിങ്ങളാ നാട്ടിലേക്ക് പ്രവേശിക്കുമ്പോൾ എന്ത് പറയണം? ഹിത്ത എന്ന് പറയണം. വദ്ഖുലു അൽബാബ സുജ്ജദൻ, സുജൂദ് ചെയ്തിട്ട് കയറണം. എന്താ അവർ ചെയ്ത്? അവർ തിരിഞ്ഞു നിന്നിട്ട് കയറി. മാത്രമല്ല ഹിത്ത എന്ന് പറയേണ്ടടുത്ത് ഹിന്ത എന്ന് പറഞ്ഞു. വാക്കവർ മാറ്റിക്കളഞ്ഞു. അള്ളാഹു ചെറിയൊരു കൽപ്പന, അതുവരെ അനുസരിക്കാൻ ഖൗമ് തയ്യാറായിട്ടില്ല. മൂസാ നബി അലൈഹിസ്സലാം അവരോട് പറഞ്ഞു, ഇന്ന അല്ലാഹ യഅ്മുറുകും അൻ തദ്ബഹു ബഖറ ഖാലു തത്തഖിദുനാ ഹുസുവ ഖാല അഊദു ബില്ലാഹി അൻ അകൂന മിനൽ ജാഹിലീൻ. ഒരു പശുവിനെ അറക്കാൻ അള്ളാഹു നിങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നു. അസ്സലാമു വറഹ്മത്തുള്ളാഹി. എന്താ അവർ തിരിച്ചു ചോദിച്ചത്? അതത്തഖിദുനാ ഹുസുവ, നീ ഞങ്ങളെ പരിഹാസപാത്രമാക്കുകയാണോ എന്ന് തിരിച്ചു ചോദിച്ചു. എന്തൊരു ചോദ്യമാണ് നമുക്ക്. ഈ ചരിത്രത്തിൻ്റെ തുടക്കത്തിൽ സൂചനയുണ്ട്. ആദം അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞപ്പോൾ അനുസരിച്ചു. മലക്കുകൾ അവർക്ക് അള്ളാഹു സുബ്ഹാനഹു തആല സൃഷ്ടിക്കുന്ന സൃഷ്ടിപ്പ് അവർ അംഗീകരിച്ചു. അവർ പറഞ്ഞു സുബ്ഹാനക ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതന. എന്നാൽ ധിക്കാരം കാണിച്ചത് ആരാണ്? ജനറൽ ഇബ്ലീസാണ്. അപ്പോൾ ആരാണ് മലക്കുകളോടും ആദമിനോടും സാദൃശ്യപ്പെടുന്നത്? ആരാണ് ഇബ്ലീസിനോട് സാദൃശ്യപ്പെടുന്നത് എന്ന സൂചന ഇനിയുള്ള തഫ്സീർ മുഴുവനുണ്ട്. അതുകൊണ്ടാണ് അവസാനത്തെ ഭാഗേത ആമന റസൂൽ ബിമാ ഉൻസില ഇലൈഹി റബ്ബി വൽ മുഅ്മിനൂൻ കുല്ലുനാ ആമന ബില്ലാഹി വമലായികതിഹി വകുതുബിഹി വറസൂലിഹി ലാ നുഫർരിഖു ബൈന അഹദിൻ മിർ റസൂലിഹി വഖാലു സമിഅ്നാ വഅതഅ്നാ. ആ ആയത്ത് അവതരിക്കുന്ന എപ്പോഴാണ്? സഹാബികൾക്ക് അതിന് തൊട്ട് മുമ്പുള്ള ആയത്ത് അവതരിച്ചപ്പോഴാണ്. ലില്ലാഹി മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് വഇൻ തുബ്ദു മാ ഫി അൻഫുസികും വതുഖ്ഫൂഹു യുഹാസിബുകും ബിഹില്ലാഹ്. നിങ്ങൾ മനസ്സിൽ ഒളിപ്പിച്ചാലും പുറത്തേക്ക് പറഞ്ഞാലും അള്ളാഹ് നിങ്ങളെ വിചാരണ ചെയ്യുമെന്ന ആയത്ത് അവതരിച്ചപ്പോൾ സ്വഹാബികളിൽ ചിലർ പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂലെ കുല്ലിഫ്നാ മാ ലാ നുതീഖ്, സാധിക്കാത്ത കാര്യമാണ് ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത്. കാരണം മനസ്സിലുള്ളത് അള്ളാഹു ചോദ്യം ചെയ്യുന്നു പറഞ്ഞാൽ ആരാണ് മനസ്സിൽ തിന്മകൾ ചിന്തിക്കാത്തത്? അപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് തിരിച്ചു ചോദിച്ച ചോദ്യം നോക്കൂ. സൂറത്തുൽ ബഖറയുടെ ഈ സൂറത്തുൽ ബഖറയിൽ മുഴുവൻ നിങ്ങൾക്ക് ഈ പറഞ്ഞ അർത്ഥം കാണാം. പറഞ്ഞതനുസരിക്കാനുള്ളത്. നിങ്ങളോട് കൽപ്പിച്ചാൽ നിങ്ങൾ അനുസരിക്കണം. അവർ പറഞ്ഞു അള്ളാഹുവിൻ്റെ റസൂലെ എങ്ങനെ ഞങ്ങളോട് പറഞ്ഞാൽ അനുസരിക്കും? അവിടുന്ന് തിരിച്ചു ചോദിച്ചു, അതുരീദൂന അൻ തഖൂലു കമാ ഖാല അഹ്ലുൽ കിതാബി മിൻ ഖബ്ലിക്കും സമിഅന വഅസൈന. മുൻപുള്ളവർ പറഞ്ഞ അതേ വർത്തമാനം പറയാനാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഞങ്ങൾ കേട്ടിരിക്കുന്നു, ധിക്കരിച്ചിരിക്കുന്നു എന്ന്. ഖൂലു സമിഅന വഅതഅന, ഞങ്ങൾ കേട്ടിരിക്കുന്നു, അനുസരിച്ചിരിക്കുന്നു എന്ന് നിങ്ങൾ പറയുക. അപ്പോൾ അവർ പറഞ്ഞു സമിഅന വഅതഅന ഗുഫ്രാനക റബ്ബന വഇലൈക്കൽ മസീർ. അപ്പോഴാണ് അടുത്ത ആയത്ത് അവതരിച്ചത്. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ ഉസ്അഹ. ഒരാൾക്കും അവൻ്റെ ഉസ്അയിൽപ്പെടാത്ത, അവന് സാധിക്കാത്ത കാര്യം അള്ളാഹു ഏൽപ്പിക്കുകയില്ല. അപ്പോൾ അടുത്ത ആയത്ത് ഇറങ്ങി. മാത്രമല്ല ആ ആയത്ത് അവതരിച്ചതോടുകൂടി എന്ത് ചെയ്തു? ഇസ്രായേല്യർക്ക് അള്ളാഹു അവരുടെ മേൽ നിശ്ചയിച്ച പല നിയമങ്ങളും അവരുടെ കടുപ്പം കാരണം, അവരുടെ അന്യായം കാരണം, അവരുടെ അതിക്രമം കാരണം കടുപ്പമുള്ള നിയമങ്ങളായിരുന്നു. അവരുടെ സ്വഭാവം കാരണം ഒരു പശുവിനെ അറക്കാൻ പറഞ്ഞാൽ അതിൻ്റെ നിറം, വലുപ്പം, ഇങ്ങനെ എല്ലാം ചോദിച്ച് അവസാനം അറക്കാൻ പറ്റാത്ത രൂപത്തിൽ പശുവിനാണ് കിട്ടിയത്. മാ കാദു യഫ്അലൂൻ.
അവർക്കത് ചെയ്യാൻ സാധിക്കാത്ത അവസ്ഥയിൽ അവരെത്തിച്ചു, ചോദിച്ചിട്ട്. പക്ഷേ ഇസ്രായേലിയർക്കുണ്ടായ ഈ പറഞ്ഞ എല്ലാ ഭാരമേറിയ കൽപ്പനകളും അള്ളാഹു ഈ ഉമ്മത്തിന് ഇറക്കി വെച്ചു കൊടുത്തു. റബ്ബനാ ലാ തുആഖിദ്നാ ഇൻ നസീനാ ഔ അഖ്തഅനാ റബ്ബനാ വലാ തുഹമ്മിൽ അലൈനാ ഇസ്റൻ കമാ ഹമൽതഹു അലൽ ലദീന മിൻ ഖബ്ലിനാ റബ്ബനാ വലാ തുഹമ്മിൽനാ മാ ലാ ത്വാഖത ലനാ ബിഹി വഅഫു അന്നാ വഗ്ഫിർ ലനാ വർഹംനാ ഇന്നക അൻത മൗലാനാ ഫൻസുർനാ അലൽ ഖൗമിൽ കാഫിരീൻ. ഒരു കിളവ് കൊടുത്തു. സൂറത്തുൽ ബഖറ ആദ്യം മുതൽ അവസാനം വരെ ഈ ക്രമമുണ്ട്. ഈ സൂറത്ത് മുഴുവൻ എടുത്തു നോക്കിയാൽ ഒരാൾ നന്നായി ചിന്തിച്ച് ആലോചിച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇന്ന അഅ്തൈനാക്കൽ കൗസർ എന്നത് എത്ര പരസ്പര ബന്ധിതമായിട്ടാണ് മനസ്സിലല്ലേ? ഇന്ന അഅ്തൈനാക്കൽ കൗസർ 3 ആയത്തുള്ളൂ. ആ സൂറത്ത് എത്ര എളുപ്പത്തിൽ പരസ്പര ബന്ധമുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. പക്ഷേ ഈ സൂറത്ത് വളരെ വലുപ്പമുള്ളതുകൊണ്ട് ചിലപ്പോൾ നമുക്ക് മനസ്സിലാവില്ല ഈ ഒരു ബന്ധങ്ങൾ ആയത്തുകൾ തമ്മിലുള്ളത്. യഥാർത്ഥത്തിൽ ബഖറ ആദ്യം മുതൽ അവസാനം വരെ ഓർമ്മപ്പെടുത്തുന്നത് ഈ കാര്യമാണ്. പറഞ്ഞാൽ അനുസരിക്കുക, അള്ളാഹ് കൽപ്പന അനുസരിക്കുക, ധിക്കരിക്കരുത് എന്നതാണ്. ആദം അലൈഹി സ്വലാത്തു വസ്സലാം അദ്ദേഹം അള്ളാഹുവിൻ്റെ കൽപ്പന കേട്ട ഉടനെ അനുസരിക്കുകയും അത് പ്രാവർത്തികമാക്കുകയും ചെയ്തു. അതുപോലെ തന്നെ അള്ളാഹു സുബ്ഹാനഹു തആലയുടെ ഇൽമ് എല്ലാത്തിനെയും ചൂഴ്ന്നിരിക്കുന്നു എന്ന ഓർമ്മപ്പെടുത്തൽ ഇതിലുണ്ട്. നമ്മൾ കഴിഞ്ഞ ഖദാ ഖദറിൻ്റെ ദർസിൽ പറഞ്ഞതുപോലെ അള്ളാഹുവിൻ്റെ ഇൽമ് മുഹീത്തും ബിക്കുല്ലി ഷൈ, അള്ളാഹുവിൻ്റെ വിജ്ഞാനം അവൻ്റെ അറിവ് എല്ലാത്തിനെയും ചൂഴ്ന്നിരിക്കുന്നു. ഇവിടെ എന്താ പറഞ്ഞത്? ഗൈബസ് സമാവാതി വൽ അർദ്, അതോടുകൂടി ആകാശഭൂമികൾ സർവ്വതും ഉൾക്കൊണ്ടു. എല്ലാത്തിലുമുള്ള കാര്യങ്ങൾ, സർവ്വമറിഞ്ഞ കാര്യങ്ങളും അള്ളാഹു അറിഞ്ഞിരിക്കുന്നു. മുൻപ് നമ്മൾ പറഞ്ഞതുപോലെ ഗൈബ് 2ആണ്. ഗൈബുൻ മുത്ലഖ്, ഗൈബുൻ മുഖയ്യദ്. മുൻപ് എടുത്തിട്ടുണ്ട് നമ്മൾ. എന്താ മുത്ലഖായ ഗൈബ് എന്ന് പറഞ്ഞാൽ? മുത്ലഖായ ഗൈബ് എന്ന് പറഞ്ഞാൽ ഒരാൾക്കും അറിയാൻ കഴിയാത്തത്, അള്ളാഹുവിനല്ലാതെ മറ്റൊരാൾക്കും അത് അറിയാൻ കഴിയില്ല. ഉദാഹരണത്തിന് ലൗഹുൽ മഹ്ഫൂദിലുള്ള കാര്യങ്ങൾ, അതുപോലെ തന്നെ മഫാത്തിഹുൽ ഗൈബ് എന്ന് പറയുന്ന കാര്യങ്ങൾ, 5 കാര്യങ്ങൾ, ഇതൊന്നും അള്ളാഹു സുബ്ഹാനഹു വ തആല അവനല്ലാതെ അറിയാൻ കഴിയില്ല. ഒരു സൃഷ്ടിക്കും അത് അറിയാൻ സാധിക്കില്ല. അതാണ് മുത്ലഖായ ഗൈബ്. ഒരു മനുഷ്യനെപ്പോൾ മരിക്കും, ഒരാൾ എത്ര പേര് ജനിക്കും, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഭാവിയിൽ എന്ത് നടക്കും, എന്ത് സംഭവിക്കും, ഇത് മുത്ലഖായ ഗൈബാണ്. അള്ളാഹുവിനല്ലാതെ അത് അറിയില്ല. രണ്ടാമത്തേത് മുഖയ്യദായ ഗൈബാണ്. ചിലർക്ക് അറിയാൻ കഴിഞ്ഞേക്കാവുന്ന, മറ്റു ചിലർക്ക് അറിയാൻ സാധിക്കാത്ത ഗൈബ്. ഉദാഹരണത്തിന് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ മതിലിനപ്പുറത്തുള്ളത് എനിക്ക് ഗൈബാണ്. എന്നാൽ ആ മതിലിനപ്പുറത്ത് നിൽക്കുന്ന ആൾക്കിത് ഗൈബല്ല. ഇത് മുഖയ്യദായ ഗൈബാണ്, ഉപാധികളോടെയുള്ള ഗൈബാണ്. ചിലർക്ക് ഗൈബാണ്, ചിലർക്ക് ഗൈബല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല അവൻ്റെ അറിവ് സർവ്വതിനെയും ചൂഴ്ന്നു നിൽക്കുന്ന അറിവാണ്. അതുപോലെ തന്നെ സമാവാത്ത് എന്ന പദം, അതിൽ ആകാശങ്ങൾ ഒന്നിൽ കൂടുതലുണ്ട് എന്ന തെളിവുണ്ട്. ഒന്നിൽ കൂടുതൽ ആകാശങ്ങളുണ്ട്. അതുപോലെ തന്നെ ഭൂമിയും ഒന്നിൽ കൂടുതലുണ്ട്. സൂറത്തു തഹ്രീമിൽ അവസാനത്തിൽ വന്നതുപോലെ വമിനൽ അർദി മിസ്ലഹുന്ന, അള്ളാഹു ആകാശങ്ങളെ സൃഷ്ടിച്ചു എന്ന് പറഞ്ഞ പോലെ ഭൂമിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ എന്താ പറയുക? വമിനൽ അർദി മിസ്ലഹുന്ന, ഭൂമിയിൽ നിന്ന് അതിന് തുല്യമായത് അള്ളാഹു സൃഷ്ടിച്ചിരിക്കുന്നു. അതുപോലെ ഹദീസിൽ വന്നിട്ടുണ്ട് വൽ അറദൂന സബഅ, 7 ഭൂമികൾ എന്ന് ഹദീസിലും വന്നിട്ടുണ്ട്. അപ്പോൾ ആകാശങ്ങൾ 7 ഉള്ളതുപോലെ ഭൂമിയും 7 ഉണ്ട് എന്ന് ഈ പറഞ്ഞ ആയത്തുകൾ തെളിവാണ്. അതുപോലെ തന്നെ മലക്കുകൾ, അവർക്ക് ഇറാദാത്തുകളുണ്ട്, ഉദ്ദേശങ്ങളുണ്ട്. അവർ ചിലത് മറച്ചു വെക്കാറുണ്ട്, ചിലത് പുറത്തേക്ക് പറയാറുണ്ട് എന്നതിന് ഈ ആയത്തിൽ സൂചനയുണ്ട്. അതുപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല ഹൃദയങ്ങളിലുള്ളത് അറിയുന്നതാണ്. അത് അവൻ്റെ വിശേഷണങ്ങളിൽപ്പെട്ടതാണ്, ഹൃദയങ്ങളിലുള്ളത് അറിയാന്നുള്ളത്. അപ്പോൾ നമ്മുടെ നാട്ടിൽ മറ്റേ മാലമൗലീദുകളിൽ പറഞ്ഞ വരികൾ, അതിലുള്ള വഴികേട് എത്ര വലുതാണ് എന്നത് ഈ ആയത്ത് മനസ്സിലാക്കുന്ന ഒരാൾക്ക് പഠിക്കാവുന്നതാണ്. അള്ളാഹു പറയണം വഅലമു മാ തുബ്ദൂന വമാ കുൻതും തക്തുമൂൻ. അള്ളാഹു പറയണം എനിക്ക് അത് അറിയാം, നിങ്ങൾ മറച്ചു വെക്കുന്നതും നിങ്ങൾ വെളിവാക്കുന്നതും എനിക്കറിയാം. അത് അള്ളാഹു അവൻ്റെ പ്രത്യേകതയായി, അവൻ്റെ വിശേഷണമായി, മഹത്വമായി എടുത്തു പറയാണ്. എന്നാൽ നമ്മുടെ നാട്ടിലെ ആളുകൾ ഓതുന്ന മാലയിൽ മുഹദ്ദീൻ ഷെയ്ഖിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള എൻ്റെ ഉപ്പിക്കകത്തുള്ളത് കാണും പോലെ
കാണുവാൻ ഞാൻ നിങ്ങളുടെ ഹൃദയത്തിലുള്ളത് എന്നാണ്. കാണുവാൻ ഞാൻ നിങ്ങളുടെ കൽബകമെന്നവർ. കുപ്പിക്കകത്തുള്ളത് കാണുന്ന പോലെ ഞാൻ നിങ്ങളുടെ കൽബിലുള്ളത് കാണുമെന്ന് മുഹ്യിദ്ദീൻ ഷെയ്ഖ് പറഞ്ഞു എന്നാണ് മുഹ്യിദ്ദീന്മാരുള്ളത്. പച്ച കളവാണ്. മുഹ്യിദ്ദീൻ ഷെയ്ഖിനെ പറ്റി പറഞ്ഞ പച്ച നുണയാണത്. ഹക്കായ ഒരു കാര്യം. അദ്ദേഹം അങ്ങനെ പറഞ്ഞിട്ടില്ല. മുഹ്യിദ്ദീൻ ഷെയ്ഖ് അദ്ദേഹം തസവൂഫ് പാലിച്ചിരുന്ന ഒരാളാണ്. അദ്ദേഹം ചില വിഷയങ്ങൾ ധാരാളം വിജ്ഞാനം ഉണ്ടായിരുന്നു. പല കിതാബുകൾ എഴുതിയാണ്. അദ്ദേഹത്തിൻ്റെ കിതാബുകളൊന്നും ഇങ്ങനത്തെ ഒരു വാദവുമില്ല. അപ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവനാണ് ഹൃദയങ്ങളിലുള്ളത് അറിയുക എന്നതിന് ഈ ആയത്ത് തെളിവാണ്. ആ പാഠമാകട്ടെ വളരെ പ്രധാനപ്പെട്ട പാഠമാണ്. ഗൈബ് അള്ളാഹുവിനല്ലാതെ ഒരാൾക്കും അറിയുകയില്ല എന്നത്. സൃഷ്ടികൾക്കൊരാൾക്കും ഗൈബ് അറിയുകയില്ല. അത് നബിയാണെങ്കിൽ പോലും മലക്കാണെങ്കിൽ പോലും. ഇവിടെ നോക്കൂ, അള്ളാഹു മലക്കുകളോട് പറഞ്ഞു എന്നാണ് ഗൈബ് അറിയില്ല. മലക്കുകൾ അള്ളാഹുവിൻ്റെ മഹത്തരമായ സൃഷ്ടികളാണ്. അള്ളാഹ് ആദരിച്ച സൃഷ്ടികളാണ് മലക്കുകൾ. അവർക്ക് ഗൈബ് അറിയില്ല എന്ന് അള്ളാഹു പറയാണ്. അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാരാണ് എന്നതുകൊണ്ട് അവർക്ക് ഗൈബ് അറിയാൻ സാധിക്കുകയില്ല എന്നതിന് ഈ ആയത്ത് തെളിവാണ്. വേറെ ആയത്തുകൾ തെളിവാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് അള്ളാഹു പറഞ്ഞു നോക്കൂ നിങ്ങൾ. ഖുൽ പറയുക നബിയെ, ലാ യഅലമു മൻ ഫിസ് സമാവാതി വൽ അർദിൽ ഗൈബ ഇല്ലല്ലാഹ്. ആകാശഭൂമികളിൽ അള്ളാഹുവിനല്ലാതെ ഒരാൾക്കും ഗൈബ് അറിയില്ല. അത് അള്ളാഹു പറഞ്ഞ വാക്കാണ്. അള്ളാഹു ഖുർആനിൽ പറയാം ഒരാൾക്കും അറിയില്ല. നമ്മുടെ നാട്ടിലെ ആളുകൾ പറയാറുള്ള കാര്യം അത് നബിക്ക് അറിയില്ല എന്നതിലെവിടെ, വലിയനെ അറിയില്ല എന്നതിലെവിടെ, അങ്ങനെ പറയേണ്ടിയില്ല. ലാ യഅലമുൽ ഗൈബ ഫിസ് സമാവാതി വലാ ഫിൽ അർദി ഇല്ലല്ലാഹ്. അള്ളാഹുവിനല്ലാതെ ആകാശങ്ങളിലോ ഭൂമിയിലോ ഗൈബ് അറിയുകയില്ല എന്ന് അള്ളാഹു പറഞ്ഞാൽ ഇൻഷാ അല്ലാഹ് നമ്മൾ ഉസൂൽ ഫിഖ് പഠിക്കുമ്പോൾ പഠിക്കും. ഇത് നഖിറത്തുൻ ഫി സിയാഖി അൽ ഉമൂം. ഉമൂമിൻ്റെ സന്ദർഭം നഫി എന്ന് പറയും. അലിഫ്ലാമില്ലാതെ അഹദൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾക്കും അറിയില്ല എന്നാണ്. ഒരാൾക്കും അറിയില്ല. അതിലിനി ആരെയും പ്രത്യേകം ഉൾപ്പെടുത്തേണ്ടിയില്ല. അള്ളാഹുവിന് പുറമെ ഒരാൾക്കും ആകാശഭൂമികൾ ഗൈബ് അറിയുകയില്ല. ഇനി അതിലാർക്കെങ്കിലും ഗൈബ് അറിയുമെന്ന് നിനക്ക് വാദമുണ്ടെങ്കിൽ നീ വേറെ തെളിവ് കൊണ്ടുവരണം. ഇനി യാതൊരു തെളിവില്ല. എന്താണ് അള്ളാഹുവിൻ്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സഹോദരങ്ങൾ, എപ്പോഴും നിങ്ങൾ നമ്മുടെ നാട്ടിലെ ആൾക്കാർ ഇന്ന വലിയനെ അതറിയാം, ഇന്ന വലിയനെ ഇതറിയാം, ഇയാൾക്ക് ആകാശഭൂമിയിൽ നടക്കുക അറിയാം. എപ്പോഴും നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക അള്ളാഹുവിൻ്റെ റസൂലിനോളം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹു നിഅമത്ത് നൽകിയ മറ്റൊരാളുമില്ല. വകാന ഫദ്ലുല്ലാഹി അലൈക അദീമ. അള്ളാഹു അങ്ങേക്ക് നൽകിയ ഫദ്ൽ, ഔദാര്യം അത്ര വലുതാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകപ്പെട്ടിട്ടില്ലെങ്കിൽ പിന്നെ അതിൽ താഴെയുള്ള ഒരാൾക്ക് ഒരിക്കലും ഉണ്ടാവില്ല. അതൊരു കാര്യം ദീനിയായ ഫദ്ൽ ശ്രേഷ്ഠതയാണെങ്കിൽ അവിടത്തേക്കില്ലെങ്കിൽ അതിൽ താഴെയുള്ള ആൾക്ക് ഒരിക്കലും ഉണ്ടാവില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഗൈബ് അറിയില്ല എന്ന് നിങ്ങൾക്ക് ഒരാളെ പഠിപ്പിച്ചു കൊടുക്കണോ? അതിന് അധികമൊന്നും നിങ്ങൾ നോക്കണ്ട. ഹാദിസത്തുൽ ഇഫ്ക് മാത്രം പഠിച്ചാൽ മതി. ഹാദിസത്തുൽ ഇഫ്ക് എന്താ? ആയിഷ ബീവിനെ കുറിച്ച്, ആയിഷ റളിയല്ലാഹു അൻഹയെക്കുറിച്ച് മുനാഫിക്കുകൾ ചില പറഞ്ഞു വരുത്തിയ വിചാരാരോപണം. ആ ഒരു സംഭവം മാത്രം മതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഗൈബ് അറിയില്ല എന്ന് പറയാൻ. ഔലിയാക്കന്മാർക്കും അറിയില്ല, നബിക്കും അറിയില്ല. കാരണം അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയേക്കാൾ ശ്രേഷ്ഠതയുള്ള ഒരാൾ ഇനി അറിയില്ല. ഔലിയാക്കന്മാരുടെ ഒരു സംഘം ആളുകളായിട്ടാണ് അവിടുന്ന് യാത്ര പോകുന്നത്. അല്ലേ? ബൽമുസ്തലിഖ് യുദ്ധത്തിന് പോകുന്നത് ആരായിട്ട്? ഔലിയാക്കന്മാരുടെ നേതാക്കന്മാരാണുള്ളത്. അബൂബക്കർ സിദ്ദീഖ്, ഉമർ ഇബ്നുൽ ഖത്താബ്, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ. ഔലിയാക്കന്മാർ, ഇതിനേക്കാൾ ഇനി വലിയ ഔലിയാക്കന്മാർ ഇനി വേറെ വരാനില്ല. ഇവരായിട്ടാണ് ബൽമുസ്തലിഖ് യുദ്ധത്തിന് പോയത്. എന്താ സംഭവിച്ചത്? തിരിച്ചു വരുന്ന സമയത്ത് ആയിഷ ബീവി പറഞ്ഞു, ഞാൻ എൻ്റെ പ്രാഥമിക കാര്യങ്ങൾക്ക് വേണ്ടി എല്ലാവരും ഒരു സ്ഥലത്ത് അവരുടെ യാത്രാ സംഘം നിർത്തിയപ്പോൾ ഞാൻ പുറത്തേക്ക് പോയി. ഞാൻ തീരെ ഭാരമില്ലാത്ത ആളായിരുന്നു. അപ്പോൾ ഒട്ടകത്തിൻ്റെ പുറത്ത് വെക്കുന്ന ഒട്ടകക്കട്ടിൽ ഇവർ അത് പൊക്കിയിട്ട് ഒട്ടകത്തിൻ്റെ മേലെ എടുത്ത് വെച്ചു. ഞാനതിലുണ്ട് എന്നുള്ള പ്രതീക്ഷയിൽ. നോക്കൂ, തൊട്ടപ്പുറത്ത് ഒട്ടകക്കട്ടിൻ്റെ ഉള്ളിൽ ആയിഷ ബീവി ഇല്ലയെന്ന് സഹാബികൾക്കറിയില്ല. കുറച്ച് അപ്പുറത്ത് ഞാനില്ലാതെ ഒട്ടകക്കട്ടിലെടുത്ത് ഇവരെല്ലാവരും നാട്ടിലേക്ക് തിരിച്ചു പോകാൻ ആരംഭിച്ചിരിക്കുന്ന ആയിഷ ബീവിക്കും അറിയില്ല. ഇവർക്കെല്ലാവർക്കും നേതൃത്വം നൽകുന്ന അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തേക്കാകട്ടെ എൻ്റെ ഭാര്യ അവിടെ ഒറ്റപ്പെട്ടിരിക്കുന്നു എന്ന കാര്യം അതും അറിയില്ല. ഇനി ഇതിലെന്ത് ഗൈബ്? തൊട്ടപ്പുറത്ത് നടക്കുന്ന കാര്യം അവിടത്തേക്ക് അറിയില്ല. ഒരു അഖിലുള്ളൊരു മനുഷ്യന് ഈ ഒറ്റ സംഭവം മതി. കഴിഞ്ഞില്ല. അങ്ങനെ ആയിഷ റളിയല്ലാഹു അൻഹ സഫാൻ റളിയല്ലാഹു അൻഹുവിനെ പിന്നെ അവരവിടെ ഉറങ്ങിപ്പോയി. തിരിച്ചു വന്ന് നോക്കിയപ്പോൾ ആൾക്കാരെ കാണാനല്ല, അവർ പോയി യാത്രാ സംഘം തിരിച്ചു പോയിരിക്കുന്നു.
ആയിഷാബി അവിടെ കുറച്ച് നേരം വിശ്രമിക്കാൻ കിടന്ന് ഉറങ്ങിപ്പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ കാറ്റ് വന്നിട്ട് ആയിഷാബിയുടെ മുഖത്തുള്ള നിഖാബ് മാറിയിരുന്നു. സഫ്വാൻ റളിയല്ലാഹു അൻഹു പുറകിൽ എന്തെങ്കിലും നഷ്ടപ്പെട്ട വസ്തുക്കൾ എന്തെങ്കിലും വീണ് പോയിട്ടുണ്ടെങ്കിൽ അത് എടുക്കാൻ വേണ്ടി അദ്ദേഹം പുറകിൽ വരുന്നുണ്ടായിരുന്നു. അദ്ദേഹം ദൂരത്തുനിന്ന് ഒരു കറുത്ത ഇത് കണ്ടപ്പോൾ അടുത്ത് വന്ന് നോക്കിയപ്പോൾ ആയിഷാബി പറഞ്ഞു, ഞാൻ ഉറങ്ങിയിട്ടുണ്ട്, സഫ്വാൻ എന്നെ ഹിജാബിൻ്റെ ആയത്തിന് മുൻപ് കണ്ടിട്ടുണ്ട്, അതുകൊണ്ട് സഫ്വാൻ എന്നെ മനസ്സിലായി. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന സഫ്വാൻ്റെ വാക്ക് കേട്ടാണ് എണീക്കുന്നത്. ഞാൻ എൻ്റെ മുഖപടം മുഖത്തേക്ക് വലിച്ചിട്ടു. അദ്ദേഹം ഒന്നും പറഞ്ഞില്ല. ഒട്ടകം മുന്നിൽ കൊണ്ടിരുത്തി. ഞാൻ ഒട്ടകത്തുമ്പോൾ കയറി. അദ്ദേഹം എന്നോട് അവിടെ എത്തുന്നത് വരെ നോക്കൂ, അവരുടെ സഹാബി വനിതകൾ സ്വീകരിച്ചിരുന്ന മറ നോക്കൂ നിങ്ങൾ. അവിടെ എത്തുന്നവരെ സഫ്വാൻ എന്നോടൊരു അക്ഷരം മുണ്ടിയിട്ടില്ല, ഞാൻ അങ്ങോട്ട് പറഞ്ഞിട്ടില്ല, ഒരു അക്ഷരം സംസാരിച്ചിട്ടില്ല. അങ്ങനെ ഒരു മദീനയിലെത്തി കഴിഞ്ഞില്ല. ആ ഹദീസ് തെളിവാണ്, ഗൈബ് അറിയില്ല എന്നുള്ളത്. അങ്ങനെ ആയിഷ റളിയല്ലാഹു അൻഹ പറയാം, ഞാൻ മദീനയിലെത്തിയ ഉടനെ എനിക്ക് അസുഖം ബാധിച്ചു. ഞാൻ വീട്ടിൽ തന്നെയായിരുന്നു. പുറത്ത് എന്നെ പറ്റിയുള്ള ആരോപണങ്ങൾ ആളുകൾ പറഞ്ഞു നടക്കുന്നുണ്ടായിരുന്നു. മുനാഫിക്കുകളാണത് ഏറ്റുപിടിച്ചത്. ആയിഷ ബി പറയും, ഞാനിതൊന്നും അറിയുന്നില്ല, എനിക്ക് അസുഖമായതുകൊണ്ട് എന്നോട് ആരും ഒന്നും പറഞ്ഞിട്ടില്ല. ഈ അസുഖം ഏതാണ്ട് ഒരു മാസത്തോളം നടന്നതാണ്. പുറത്ത് ഇത് നടക്കുന്ന അവരറിഞ്ഞിട്ടില്ല. തൊട്ട് പുറത്ത് ഇപ്പുറത്തെ ആളുകൾ തന്നെ പറ്റി ഒരു അപവാദം പറഞ്ഞ് പ്രചരിപ്പിക്കുന്നുണ്ട് എന്ന് ആർക്കറിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, അവിടുത്തോട് ഒരിക്കൽ ചോദിച്ചു, മൻ അഹബ്ബുന്നാസി ഇലൈക്, നബി അങ്ങേക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ആരെയാണ്? അവിടുന്ന് പറഞ്ഞു, ആയിഷയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അള്ളാഹുവിൻ്റെ റസൂലിന് ഏറ്റവും ഇഷ്ടമുള്ള ആയിഷ റളിയല്ലാഹു അൻഹയുടെ അവസ്ഥയാണ് ഞാൻ ഈ പറയുന്നത്. തൊട്ട് വീടിൻ്റെ അപ്പുറത്ത് ഇത്രയും ആൾക്കാർ പറഞ്ഞു നടക്കുന്നത് അവരറിഞ്ഞിട്ടില്ല. അസുഖം മാറി അവർ പുറത്തിറങ്ങി ഒരു സ്ത്രീയോടൊപ്പം എന്തോ ഒരു കാര്യത്തിന് വേണ്ടി പുറത്തിറങ്ങിയപ്പോഴാണ് സംസാരത്തിനിടയിൽ ഈ വിഷയം പുറത്തായത്. അങ്ങനെ പറയും, ഞാനന്ന് വീട്ടിൽ വന്നിരുന്നു, അന്ന് രാത്രി മുഴുവൻ കരഞ്ഞു, ഉറങ്ങിയില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷാബിൻ്റെ അടുത്ത് വരുമായിരുന്നു, എന്താ വിശേഷം ചോദിക്കും പോകും. എൻ്റെ അടുത്ത് ഇരിക്കാറില്ലായിരുന്നു. അവർ പറയുന്നത് എനിക്കറിയില്ലായിരുന്നത്, കാരണം ഇതാണ്. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവസാനം ആയിഷ റളിയല്ലാഹു അടുത്ത് വന്നിട്ട് പറയുന്നു, നോക്കൂ നിങ്ങൾ ഹൃദയത്തിലുള്ളത് അറിയുമായിരുന്നെങ്കിൽ എന്തിനായിരുന്നു ഈ പറഞ്ഞതൊക്കെ? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ അവസ്ഥ നോക്കൂ നിങ്ങൾ. ഒരു ഒരു ഖാതമുൻ നബിയീൻ, നബിമാരിൽ അന്തിമനായ സയ്യിദ് വലദി ആദം സന്തതികളുടെ നേതാവിൻ്റെ അവസ്ഥയാണിത്. ആയിഷാബിൻ്റെ അടുത്ത് വന്നിട്ട് പറയാണ്, ആയിഷ നീ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അള്ളാഹുവിനോട് ഇസ്തിഗ്ഫാർ തേടുക, അള്ളാഹു തെറ്റ് ചെയ്തവർക്ക് പുറത്തു കൊടുക്കുന്നത്. നീ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അള്ളാഹു നിൻ്റെ നിരപരാധിത്വം ബോധ്യപ്പെടുത്തുന്നതാണ്. ഇതാണ് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ അവസ്ഥ. അറിയില്ല, ഹൃദയത്തിലുള്ളത് അറിയുമെങ്കിൽ എന്താ ആവശ്യം? നിനക്കറിയാം ആയിഷാബി നിൻ്റെ ഹൃദയത്തിലൊന്നുമില്ല, നോക്കൂ, ഇതേക്ക് അറിയില്ല. അവിടുന്ന് പറയാണ്, ആയിഷ തെറ്റ് ചെയ്തിട്ട് നിൻ്റെ മനസ്സിൽ എന്തെങ്കിലും മോശമായത് വന്നിട്ടുണ്ടെങ്കിൽ നീ അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കണം. നോക്ക്, ആ ഹദീസ് നോക്കി എത്ര വലിയ തെളിവാണ് എന്നറിയോ? നബിക്ക് ഖൽബിലുള്ളത് അറിയില്ലാന്ന്, ഇതിനേക്കാൾ വലിയ തെളിവ് ഇനി എന്താ വേറെ വേണ്ടത്? അപ്പോഴും ആയിഷ ബീവി പറയാണ്, ഞാൻ ഒന്നും ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ നിങ്ങളാരും എന്നെ വിശ്വസിക്കില്ല, ഞാൻ എന്തെങ്കിലും ചെയ്തു എന്ന് പറഞ്ഞാൽ നിങ്ങളെല്ലാവരും എന്നെ വിശ്വസിക്കുകയും ചെയ്യും. സുബ്ഹാനല്ലാഹ്, എത്ര ഹക്കാണ് പറഞ്ഞത്. അങ്ങനെ അള്ളാഹു ബറാഅത്ത് സൂറത്ത് നൂറിൽ അവതരിപ്പിച്ചു. അപ്പോഴാണ് നോക്കൂ, ഗൈബ് അള്ളാഹുവിൻ്റെ റസൂലിനെ അറിയുമായിരുന്നെങ്കിൽ അവിടത്തേക്ക് എന്താ ആവശ്യമാണുള്ളത്? എന്നിട്ട് ഇന്ന് ഖൗമ് പറയാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ്, ദീനിനെ കുറിച്ച് ഒരു അടിസ്ഥാന വിവരം ആളുകൾക്കുണ്ടായിരുന്നെങ്കിൽ എങ്ങനെയാണ് ഒരാളിത് പറയുന്നത്? അള്ളാഹുവിൻ്റെ റസൂലിനെ അറിയാത്ത ഗൈബ് എങ്ങനെയാണ് ഈ ആളുകൾക്ക് അറിയാൻ സാധിക്കുമെന്ന് അവർ പറയുന്നത്? ഔലിയാക്കന്മാർക്ക് അറിയാൻ പറ്റും, പുണ്യപുരുഷന്മാർക്ക് അറിയാൻ പറ്റും. അതും ആളുകൾ പറയുന്നതിൻ്റെ അവസ്ഥ നോക്കൂ. ജീവിച്ചിരിക്കുമ്പോൾ അറിയാത്ത കാര്യം മരിച്ചു കഴിഞ്ഞാലാണ് കൂടുതൽ അറിയുന്നത്. എന്നാൽ അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ കാര്യമോ സല്ലല്ലാഹു അലൈഹി വസല്ലം മരിച്ചതിന് ശേഷം അവിടത്തേക്ക് വല്ലതും അറിയുമായിരുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാൻ, അന്ത്യനാളിൽ ഞാൻ ഹൗദിൻ്റെ അരികിലുണ്ടായിരിക്കും. അപ്പോൾ അവിടുന്ന് പറയും, അൻ ഹൗദി റിജാലുൻ, എൻ്റെ ഹൗദിൻ്റെ അരികിൽ നിന്ന് ചില ആളുകളെ മാറ്റി നിർത്തപ്പെടുന്നതാണ്. യാരിഫൂനനി, അവർക്ക് എന്നെ അറിയാം, ആരിഫൂൻ, എനിക്ക് അവരെയും അറിയാം.
ചില പണ്ഡിതന്മാർ പറഞ്ഞേക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വഫാത്തിന് ശേഷം മുർത്തദ്ദായിപ്പോയ ആൾക്കാരാണ് അതിൽ പ്രഥമ ഉദ്ദേശം. അതുകൊണ്ടാണ് അവിടുന്ന് പറഞ്ഞത് എനിക്ക് അവരറിയാം, അവർക്ക് എന്നെ അറിയാം. അപ്പോൾ ഞാൻ പറയും സൈഹാബി ഒ സൈഹാബി, എൻ്റെ സഹാബികളാണ് ഇവർ എന്ന് ഞാൻ പറയും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം, ഞാനത് പറഞ്ഞാൽ എനിക്ക് മറുപടി ലഭിക്കും. എൻ്റെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, ഇന്നക ലാ തദ്രി മാ അഹ്ദസു ബഅദക്, നബിയെ അങ്ങ് വഫാത്തായതിനു ശേഷം ഇവർ എന്തൊക്കെ ചെയ്തിട്ടുണ്ട് എന്ന് അങ്ങേക്കറിയില്ല. ആരോട് പറയുന്നത്? അള്ളാഹുവിൻ്റെ റസൂലിനോട്. മരിച്ചതിന് ശേഷം എന്ത് സംഭവിച്ചു, ആരൊക്കെ മുർത്തദ്ദ, അവിടത്തേക്ക് അറിയില്ല. ഇങ്ങനെ ആളുകൾ മുർത്തദ്ദാകുമെന്ന കാര്യം അള്ളാഹു അറിയിച്ചു കൊടുത്തിട്ടുണ്ട്. പക്ഷെ ആരാണ് അവിടത്തേക്ക് അറിയില്ല എന്ന് പറയാൻ എന്നോട് പറയും. ഇന്നഹും ലം യസാലു മുർത്തദ്ദീന അലാ അഖാബിഹിം മുൻദു ഫാറഖ്തഹും, നബിയെ താങ്കൾ അവരിൽ നിന്ന് നോക്കിയ ആയത്ത് ഹദീസ് നോക്കുന്നത്, നബിയെ താങ്കൾ അവരിൽ നിന്ന് വേർപിരിഞ്ഞതിന് ശേഷം എന്താ പറഞ്ഞതിൻ്റെ അർത്ഥം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വേർപിരിഞ്ഞു എന്നാണ് പറഞ്ഞത്. എന്താ വേർപിരിഞ്ഞു എന്ന് പറഞ്ഞാൽ അള്ളാഹ് റസൂൽ ബർസഖിയായ ജീവിതത്തിലാണ്, ദുന്യവിയായ ജീവിതത്തിൽ നിന്ന് അവിടെ പോയിരിക്കുന്നു, അവിടെ വഫാത്തായിരിക്കുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. അതല്ല ഉലമാക്കൾ ചില പറഞ്ഞേക്കണം, അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്ന സമയത്തുള്ളതുപോലെ അവിടുന്ന് കേൾക്കുകയും അവിടുന്ന് അറിയുകയും അവിടത്തേക്ക് എല്ലാ കാര്യങ്ങളും ബോധ്യമുണ്ടാവുകയും ചെയ്തിരുന്നെങ്കിൽ എങ്ങനെ സഹാബികൾ അവിടുത്തെ ഖബറടക്കും? എങ്ങനെ ഖബറടക്കും? അവിടത്തേക്ക് ഇതെല്ലാം അറിയുന്നുണ്ടെങ്കിൽ, എല്ലാം കേൾക്കുന്നുണ്ട്, എല്ലാം കാണുന്നുണ്ട്, കേൾക്കുകയും കാണുകയും എല്ലാ അനുഭവങ്ങളും ഉണ്ടാവുകയും ചെയ്യുന്ന ഒരാൾ എങ്ങനെ ഖബറടക്കും? അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിച്ചിരിക്കുന്ന വേളയിൽ അവിടുത്തെ ശരീരത്തിലേക്ക് അവിടുത്തെ ഒരു പ്രയാസപ്പെടുത്താൻ വേണ്ടി ഒരു നുള്ളു മണ്ണ് ഒരാൾ വാരിയിട്ടാൽ അവൻ്റെ സ്ഥിതി എന്താണ്? അവിടുന്ന് വഫാത്തായി എന്ന് സഹാബികൾക്കറിയാം. അതുകൊണ്ടല്ലേ അബൂബക്കർ സിദ്ദീഖ് പറഞ്ഞത് റളിയല്ലാഹു അൻഹു, തിബ്ത ഹയ്യൻ വ മയ്യിത, മയ്യിത എന്ന വാക്ക് അവിടുന്ന് ഉപയോഗിച്ചത്. തിബ്ത ഹയ്യൻ വ മയ്യിത, നബി അങ്ങ് ജീവിച്ചിരിക്കുമ്പോഴും വഫാത്തായതിനു ശേഷവും നബി അങ്ങ് എത്ര സുന്ദരമായ മണമുണ്ട്. അവിടുന്ന് വഫാത്തായതിനു ശേഷം അവിടത്തേക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ അറിയില്ല. ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നടക്കുന്നത് എവിടെയാണ്? കേരളത്തിലാണോ? അല്ല, ഇതൊക്കെ നടക്കുന്നത് അറേബ്യൻ നാടുകളിലാണ്. മുർത്തദ്ദായതൊക്കെ അല്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്ത് അതുവരെ അവിടുന്ന് അറിഞ്ഞിട്ടില്ല. ആരൊക്കെ മുർത്തദ്ദായി എന്നത് അവിടുന്ന് അറിഞ്ഞിട്ടില്ല. എന്നിട്ട് നമ്മുടെ നാട്ടിൽ നിന്ന് ആൾക്കാർ പറയണം, ഞാനിത് അവിടുന്ന് വിളിച്ചാൽ നബി കേൾക്കും. ലാ ഇലാഹ ഇല്ലല്ലാഹ്. ബുദ്ധിയില്ലേ മനുഷ്യന്? ബുദ്ധിയില്ല. സുബ്ഹാനല്ലാഹ്. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ എത്ര ഹദീസുകളാണ് ഇതിന് തെളിവുള്ളത്. എത്ര ഹദീസുകൾ. ഭാവിയിലുള്ള കാര്യം അവിടുത്തേക്ക് അറിയില്ല, തൊട്ടപ്പുറത്തുള്ള കാര്യം അവിടുത്തേക്ക് അറിയില്ല എന്നതിന് എത്ര ഹദീസുകളാണ് തെളിവുള്ളത്. ഉഹദ് യുദ്ധത്തിൽ അവിടുന്ന് യുദ്ധം ചെയ്യുമ്പോൾ അവിടുന്ന് മുശ്രിക്കുകൾ കുഴിച്ചു വെച്ച കുഴിയിൽ വീണിട്ട് അവിടുത്തെ കാല് പൊട്ടുകയും അവിടുത്തെ ശരീരത്തിൽ മുറിവുകൾ ഉണ്ടാവുകയും ചെയ്തു സല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കൂ, ഒന്നാലോചിച്ച്, തൊട്ട് മുന്നിലൊരു കുഴിയുണ്ട് എന്ന് അവിടത്തേക്ക് അറിയില്ല. ഇതിനേക്കാൾ ചെറിയൊരു കാര്യമാണത്. തൊട്ട് മുന്നിൽ കുഴിയുണ്ട് എന്ന് അവിടത്തേക്ക് അറിയാൻ സാധിച്ചിരുന്നില്ല സല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ എങ്ങനെയാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഗൈബ് അറിയാമെന്നത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഗൈബ് അറിയില്ലെങ്കിൽ അവിടത്തേക്ക് താഴെയുള്ള ഒരാൾക്കും ഗൈബ് അറിയാൻ സാധിക്കുകയില്ല, എത്ര വലിയവനായാലും. അള്ളാഹുവിൻ്റെ റസൂലിനില്ലാത്തൊരു ശ്രേഷ്ഠത പിൽക്കാലത്തുള്ളവർക്ക് നൽകപ്പെടുക എന്നുള്ളത് ഒരിക്കലും ഉണ്ടാവുകയില്ല. ഈ ആയത്ത് അതിനുള്ള തെളിവിൽപ്പെട്ടതാണ്. അഹ്ലുസുന്നത്തിൻ്റെ അഖീദയിൽപ്പെട്ട പ്രധാന പാഠമാണിത്. ഗൈബ് അള്ളാഹുവിനല്ലാതെ അറിയുകയില്ല, മറഞ്ഞ കാര്യം അള്ളാഹുവിനല്ലാതെ അറിയുകയില്ല. ഒരാളങ്ങനെ മറ്റൊരാൾക്ക് ഗൈബ് അറിയുമെന്ന് വിശ്വസിച്ചാൽ കാഫറാണ്, ഇസ്ലാമിൽ പുറത്തു പോകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അതാ കാഹിനൻ ഔ അറാഫൻ ഫസഅലഹു അൻ ഷൈഇൻ ഫസഅലഹു അൻ ഷൈഇൻ ഫസദ്ദഖഹു ഫീമാ യഖൂൽ ഫഖദ് കഫറ ബിമാ ഉൻസില അലാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരെങ്കിലും ഒരു ജ്യോത്സ്യൻ്റെയോ ഒരു മാരണക്കാരൻ്റെയോ, നമ്മുടെ നാട്ടിലെ ഭാഷയിൽ പറഞ്ഞാൽ തങ്ങൾ പാപ്പാൻ്റെ അടുത്തോ ബീവിൻ്റെ അടുത്തോ ജിന്നി ബീവിൻ്റെ അടുത്തോ, അതല്ലെങ്കിൽ മറഞ്ഞ കാര്യം അറിയുമെന്ന് വാദിക്കുന്ന ഏതെങ്കിലും ഒരാൾക്ക് ചെല്ലുകയും അവനോടെന്തെങ്കിലും ചോദിക്കുകയും അവൻ പറഞ്ഞത് വിശ്വസിക്കുകയും ചെയ്താൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവതരിപ്പിക്കപ്പെട്ടതിൽ അവൻ അവിശ്വസിച്ചിരിക്കുന്നു, കാഫറായിരിക്കുന്നു എന്ന് ഇവിടുന്ന് അറിയിച്ചേക്കാം. ഇതാണ് ഈ ആയത്തിൽ പഠിക്കാവുന്ന ചില പാഠങ്ങൾ. ഏത് ആയത്തും ഇബ്നുൽ ഖയ്യിം പറഞ്ഞതുപോലെ ഏത് ഖുർആനിലായത്തും അൽ ഖുർആൻ കുല്ലുഹു തൗഹീദുൻ, ഖുർആൻ മുഴുവൻ തൗഹീദാണ്. നിങ്ങൾ ബഖറയിൽ ഇപ്പോൾ ഇതുവരെ ഓതിയ ആയത്ത്, ഏത് ആയത്ത് നിങ്ങൾ എടുത്തോളൂ,
തൗഹീദില്ലാത്ത ഒരു ആയത്ത് പോലും നിങ്ങൾക്ക് ഇതുവരെ കാണാൻ പറ്റില്ല, ഇനി അങ്ങോട്ട് കാണാൻ പറ്റില്ല. ഏത് ആയത്തും തൗഹീദാണ്. അല്ലെങ്കിൽ നേർക്ക് നേരെ ഉണ്ട്, അല്ലെങ്കിൽ അത് സൂചനകളുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ ദീന് പഠിക്കാനും മനസ്സിലാക്കാനും ജീവിതത്തിൽ പ്രവർത്തിക്കാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. اللهم إنا على ذكرك وشكرك وحسن عبادتك. اللهم علمنا ما ينفعنا وانفعنا بما علمتنا وزدنا علما. اللهم اغفر لنا ذنوبنا دقها وجلها صغيرها وكبيرها سرها وعلانيتها. اللهم إنا نسألك من الخير كله عاجله وآجله ما علمنا منه وما لم نعلم، ونعوذ بك من الشر كله عاجله وآجله ما علمنا منه وما لم نعلم. اللهم ربنا تقبل منا إنك أنت السميع العليم. صلى الله وسلم بارك على نبينا محمد وعلى آله وصحبه وسلم.